വിവരങ്ങളാണ് ശരത് ലാൽ നൽകിയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിലെ അന്വേഷണ ആവശ്യത്തിൽ ഉടൻ വാദം കേൾക്കില്ല എന്ന് സുപ്രീം കോടതി. ഹർജി അവധിക്കാലത്തിന് ശേഷം സുപ്രീം കോടതി പരിഗണിക്കും. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. എന്താണ് അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭവിച്ചത് എന്നറിയാൻ. അതിലാണ് SIT അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിനെ എങ്ങനെയാണ് ഇപ്പോൾ കോടതി നോക്കിക്കാണുന്നത്? അത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം SITയെ സംസ്ഥാനം നിയമിക്കുകയും SIT റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഹൈക്കോടതിയിൽ ഇതിൽ പ്രത്യേക അന്വേഷണം ആവശ്യം ഉന്നയിച്ചെങ്കിലും ഹൈക്കോടതി അടിയന്തരമായി ഇത് പരിഗണിക്കാൻ വിസമ്മതിച്ചു. തുടർന്നാണ് രണ്ട് അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭാവന, അതോടൊപ്പം തന്നെ പണമായും സ്വർണമായും നൽകിയിട്ടുള്ളതിൽ കൃത്യമായ കണക്കുകളില്ല, വലിയ തട്ടിപ്പ് നടന്നു എന്നതാണ് ഈ മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഈ വിഷയത്തിൽ SITയുടെ അന്വേഷണം നീതിയുക്തമാകാൻ സാധ്യതയില്ല. പ്രത്യേകമായി അന്വേഷണം വേണം, ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യത്തിൽ അന്വേഷണം വേണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചത്. ഈ പ്രത്യേക ആവശ്യം ഉന്നയിച്ച് അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണം എന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് കോടതി പിന്നീട് ഇന്ന് പരിഗണിക്കാനായി മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ ഈ ഹർജിയെ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് ആണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കോടതി അവധിയാണ്. അവധിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം, അതായത് ജൂലൈ 2ാം വാരം പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അടിയന്തരമായി വിഷയത്തിൽ വാദം കേൾക്കേണ്ടതില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. കാരണം SIT അന്വേഷണം പുരോഗമിക്കുന്നു. SITയുടെ നടപടികൾ പൂർത്തീകരിക്കുകയും അതിനോടൊപ്പം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനം ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്ന ഹൈക്കോടതിയുടെ നിലപാട് തന്നെ സുപ്രീം കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ അവധിക്കാല ബെഞ്ച് ഈ വിഷയം എടുക്കുകയും പക്ഷേ അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി ഷബ്ന, അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള കേസിലാണ് അടിയന്തരമായി SIT അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലെ ഹർജി പരിഗണിക്കേണ്ട എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഷബ്ന നൽകിയത്.